കുറെ നാളുകളായി വരുന്നൊരു റൂമറായിരുന്നു ലോകേഷ് കനകരാജ് കൈദി 2 ഒക്കെ ഉപേക്ഷിച്ചു പുള്ളി അല്ലു അർജുനോടൊപ്പം ഒരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലു അർജുന്റെ പടം അടുത്തതായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നത് ലോകേഷ് കനകരാജാണ്. അപ്പൊ കൈദി 2 എവിടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈദി 2 നടക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ ആ പെൺകൊച്ചിന്റെ ഒരു പടം കണ്ടായിരുന്നു. കൈദി 2 എന്ന് പറയുന്നത് ഇനി ഒരു ഡ്രീം മാത്രമായിരിക്കും. പുതിയ സംഭവങ്ങൾ വരട്ടെ. അല്ലു അർജുനോടൊപ്പം പടം എങ്ങനെയാവും നോക്കട്ടെ. ആഫ്റ്റർ കൂലി ലോകേഷ് ചെയ്യുന്ന പടമാണ്. അപ്പോൾ ഒരു കാര്യം ഡാം ഷുവർ ഉറപ്പാണ്, ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഹൈസൻബർഗ് ആണ്. നമുക്ക് അനച്ച വേറൊന്നുമല്ല, അനിരുദ്ധിന്റെ ചില ട്രാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. അനിരുദ്ധ് ലോകേഷ് ഹൈസൻബർഗ് കോംബോയിൽ വരുന്ന ട്രാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഐ എം സ്കേഡ് എന്ന് പറഞ്ഞ ട്രാക്കൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അതിന്റെ ഒരു സ്റ്റൈല് സംഭവം പിടിച്ചിട്ടുണ്ട് അവർ. ആ ട്രാക്ക് എഴുതിയിരിക്കുന്നത് ഹൈസൻബർഗ് ആണെന്ന് നമുക്കറിയാം. ഹൈസൻബർഗ് ആരാന്നൊരു പറയത്തൊന്നുമില്ല. അതുപോട്ടെ, അതല്ല വിഷയം. ഇതല്ല, ലോകേഷിനെ സംബന്ധിച്ചിടത്തോളം ലോകേഷിന് ഒരു കംബാക്ക് അത്യാവശ്യമാണ്. കാരണം കൂലി ഒരു വമ്പൻ ഹൈപ്പിൽ വന്നിട്ട് ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറി. അപ്പൊ അതിന്റെ ക്ഷീണം തീർക്കണം. അല്ലു അർജുനെ സംബന്ധിച്ച് ഇനി തീക്കളിയാണ്. കാരണം ഇപ്പൊ വലിയൊരു ഉത്തരവാദിത്തം കിടക്കുകയാണ്. കാരണം പുഷ്പ 1ഉം 2ഉം പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ റീച്ച് ഉണ്ടാക്കിയ ഒരു പടമാണ്. അതിനുശേഷം അറ്റ്ലി ആയിട്ടുള്ള പടം വരുന്നു. ഇപ്പൊ ഫിലിമിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന അറ്റ്ലി ആയിട്ടുള്ള പടമാണ്. അതിനുശേഷമാണ് ലോകേഷുമായിട്ട് കൈ കൊടുക്കുന്നത്. ഒരു സൗത്ത് ഇന്ത്യൻ ലെവലിലൊക്കെ മൊത്തത്തിൽ ഒരു റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിരിക്കണം. അല്ലെങ്കിൽ അല്ലു അർജുൻ ഒരിക്കലും ലോകേഷിന് കൈ കൊടുക്കത്തില്ല. കാരണം അറിയാലോ, കൂലിയുടെ ഒരു ഡിസാസ്റ്റർ ശരിക്കും പുള്ളിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രജനികാന്തും കമലഹാസനും ഒരുമിച്ചുള്ള ചിത്രം തന്നെ അവർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ലോകേഷ് വരുന്നത്. അല്ലു അർജുൻ ആണെങ്കിൽ വലിയ ഒരു വിജയത്തിന് ശേഷം കൈ കൊടുക്കുന്നു. അപ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. എന്താണ് ഈ പടത്തിൽ നിന്ന് ലോകേഷിന്റെ കംബാക്ക് ആണോ അതോ അല്ലു അർജുന്റെ റിട്ടേൺ ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയാം, നമുക്ക് സംസാരിക്കാം.